ലൈംഗിക വൈകൃതങ്ങൾ ഒരു വ്യക്തിക്ക് മാത്രം ഹാനികരമായതായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരു സമൂഹത്തിന് ഹാനികരമായിട്ടുള്ള രീതിയിലുമുള്ള ലൈംഗിക വൈകൃതങ്ങളുണ്ട്. നമുക്കത് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്കിന്ന് സംസാരിക്കാം. നമ്മളോടൊപ്പം ഇന്നുള്ളത് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ISRM ക്ലിനിക്കിൻ്റെ സ്ഥാപകനായ ഡോക്ടർ അജയൻ വർഗീസ് ആണ്. വെൽക്കം ഡോക്ടർ. വെൽക്കം ഡോക്ടർ, ഈ ഫെറ്റിഷ് എന്ന് പറയുന്നത് എന്താണ്? അല്ല, ഇത് ഫെറ്റിഷിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈംഗിക വൈകൃതമാണ്. അത് ശരിക്കും ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അങ്ങനെ സൈക്കോളജിക്കലി അതിനെ പല രീതിയിലുമൊക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലൈംഗിക അനുഭൂതി ഉണ്ടാവാൻ അല്ലെങ്കിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകാൻ മറ്റൊരു വസ്തു, അത് ജീവനില്ലാത്ത ഒരു വസ്തു മാത്രം മതിയാവും. അതിൻ്റെ സാധാരണ ഇതിൽ ഇത് പുരുഷന്മാരിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതായത് സ്ത്രീകളിൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല, ഉണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ ഉപയോഗിച്ച ചെരുപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇപ്പോൾ സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ എങ്ങാണ്ട് 1 ലക്ഷം രൂപയ്ക്കോ 2 ലക്ഷം രൂപയ്ക്കോ അന്ന് ലേലം ചെയ്തു പോയി. ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഫെറ്റിഷിസമാണ്. ഈ ഫെറ്റിഷ് വ്യക്തികൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ആ രീതിയിലുള്ള ചെരുപ്പോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുക. പിന്നെ അത് കയ്യിൽ പിടിക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടോ സ്വയംഭോഗം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് അവരിലുണ്ടാകുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നതിന്, ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ലൈംഗിക ആനന്ദം ലഭിക്കുന്നതിന്, രതിമൂർച്ച ലഭിക്കുന്നതിന് ലൈംഗിക ബന്ധമല്ല, അതിനേക്കാൾ ഉപരി ഈ വസ്തു കയ്യിൽ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ ചേർത്തുകൊണ്ടോ, അതിന് ഇപ്പോൾ ഒരു സ്ത്രീ ഉപയോഗിച്ച ഷാളായാലും മതി, ആ ഷാളൊക്കെ ശരീരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുന്നു, അവർ സ്വയംഭോഗം ചെയ്യുന്നു. ഇതാണ് ഫെറ്റിഷിസം. ഇത് പുരുഷന്മാരിൽ മാത്രമാണോ കണ്ടുവരുന്നത്? പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകളിൽ വളരെ വളരെ അപൂർവമായിട്ടാണ് കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഇതൊരു ആ വസ്തുവിൽ കൂടി അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയിലേക്ക് അല്ലെങ്കിൽ ആ പുരുഷനിലേക്ക് അവരെത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊരു വല്ലാത്ത സൈക്കോളജിക്കൽ ഇത് തന്നെയാണ്. ഇത് ലൈംഗികമായിട്ടുള്ള കാര്യത്തിൽ ഇവർക്ക് ഭാര്യയായിട്ട് തൃപ്തിപ്പെടാനുള്ള, ഭാര്യയെ തൃപ്തിപ്പെടുത്താനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്ക് അത്ര ഒരു കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ഗുരുതരമായൊരു കേസ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിവസ്ത്രങ്ങളോട് മാത്രം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ആദ്യമായിട്ട് ആ സ്ത്രീയുടെ അടിവസ്ത്രം ഊരിയിട്ട് അത് മുറുക്കെ പിടിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുക മാത്രമാണ് ചെയ്തത്. ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടില്ല. ഈ സ്ത്രീ ആകെ ഷോക്ക്ഡായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞാൽ അവരിവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവരികയുണ്ടായി. വളരെ പണിപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് അവരെ കൗൺസിലിങ്ങിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ബിഹേവിയർ തെറാപ്പിയിലേയും കൂടെ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് അസുഖമാണെന്നുള്ള ആദ്യം അംഗീകരിക്കണം, അല്ലെങ്കിൽ അതൊരു അവസ്ഥയാണെന്നുള്ളത്. അതല്ലാതെ അവരെ പിടിച്ചിട്ട് ഇത് ക്രൂശിക്കുക അല്ലെങ്കിൽ അവരെ കുറ്റം പറയുക, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇതേപോലെ തന്നെ മറ്റൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു 25-26 വയസ്സായ ഒരു വ്യക്തി, അവർ ഇത് ചെയ്യുകയാണ്. എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങി കിടന്നിട്ട് അഴയിലും മറ്റും ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മോഷ്ടിക്കുക, സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ. എന്നിട്ട് ഇതൊരു മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട്, ഞാനിതൊരു വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് സ്വയംഭോഗം ചെയ്യുക. ഇങ്ങനെയായപ്പോൾ ഈ അടിവസ്ത്രങ്ങൾക്ക് നല്ല വിലയുള്ളതാണല്ലോ. അത് അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വ്യാപകമായിട്ട് മോഷണം നടക്കുന്നതുകൊണ്ട് അതൊരു കംപ്ലൈൻ്റായിട്ട് പഞ്ചായത്തിൽ മെമ്പറോടൊക്കെ പറഞ്ഞു. അവസാനം ഒരു ആൾക്കൂട്ടം ഇത് കാത്തിരുന്ന്, അതായത് ഒരു വാച്ച് ഇതിനെ വെച്ചിട്ട്, അന്ന് CCTV ഒന്നുമുള്ള കാലമല്ല. അവസാനം ഇദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ഇതും കൊണ്ടുപോയിട്ട് അവർ വളരെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു ആൾ ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് പോയിട്ട് ഇവൻ സ്വയംഭോഗം ചെയ്യുകയാണ്. അവസാനം അടിപിടി ബഹളത്തിലേക്ക് എത്തി. അപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇതൊരു അസുഖമാണ്, ഇവനെ നമുക്ക് ഡോക്ടറെ എടുക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വസ്തുവിനോടുള്ള താല്പര്യം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നു, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് ചെറുപ്പകാലത്തിൽ ഈ ഫാലിക് സ്റ്റേജിലുണ്ടാകുന്ന ചില കാര്യങ്ങളാവാം, ലൈംഗികതയെക്കുറിച്ച് അറിയുന്ന കാലഘട്ടത്തിൽ ഉടലെടുക്കുന്ന അടിവസ്ത്രങ്ങളോടുള്ള താല്പര്യമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാവാം. പഠനങ്ങൾ വളരെയധികം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വ്യക്തമായ കാരണം കണ്ടുപിടിച്ചിട്ടില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല,
ഒരു സ്ത്രീ ഉപയോഗിച്ച ഫോണ് അത് കയ്യിൽ പിടിക്കുമ്പോൾ ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാകുന്ന വ്യക്തിയുണ്ട്. അപ്പോൾ അത് ഓഫീസുകളിലും മറ്റുമൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ അറിയാതെ അങ്ങ് നടന്നു പോകും. സമൂഹത്തിന് ദോഷമൊന്നുമില്ല, അതങ്ങനെ അങ്ങ് പോകുന്നു എന്ന് മാത്രം. ഏത് വസ്തുവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ഗിഫ്റ്റ് കിട്ടിയ വസ്തുവൊക്കെ വെച്ചിട്ട്, കാമുകി നൽകിയ ഗിഫ്റ്റ് വെച്ചിട്ട് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ശരീരത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒരു സൈക്കോളജിക്കൽ, അങ്ങനെ നമുക്ക് പറയാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫെറ്റിഷ് വ്യക്തികൾ കൂടുതലും അറിയപ്പെടാതെ പോവുക ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളത് അവർ പുറത്തു പറയാൻ പോകില്ല. ആ സമയത്ത് അവരൊരു പ്രശ്നക്കാരായി മാറുമ്പോൾ മാത്രമേ അതിന് ചികിത്സയിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് ഒക്കെ നമുക്ക് മെഡിസിനിലൂടെ അല്ലെങ്കിൽ തെറാപ്പിയിലൂടെ ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയും. തെറാപ്പിക്കൂടെ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വ്യക്തികൾ അങ്ങനെ ചികിത്സയ്ക്ക് വരാറില്ല എന്നുള്ളതാണ്. തീരെ നിവൃത്തികേടുണ്ടാകുമ്പോൾ മാത്രമാണ് അവർ വരുന്നത്. സമൂഹത്തിലൊരു പ്രശ്നമാകുമ്പോൾ മാത്രം. സർ, ചിലരിൽ എക്സിബിഷനിസം എന്നുള്ളൊരു സ്വഭാവം കണ്ടുവരുന്നുണ്ട്. അതെന്താണ്? ഈ എക്സിബിഷനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അതായത് പോലും അത് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തൻ്റെ അപ്രമാദിത്വം കാണിക്കാനാണോ എന്താണെന്നുള്ളതല്ല, തൻ്റെ ലൈംഗിക ശേഷി കാണിക്കാനാണോ. വളരെ അപ്രതീക്ഷിതമായിട്ട് രണ്ട് സ്ത്രീകൾ നടന്നു വരുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് അവരെ തുണി പൊക്കി ലിംഗം കാണിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ഇതാണത്. അത് പുരുഷന്മാരാണ് കൂടുതലും എക്സിബിഷനിസം നടത്തുന്നത്. സ്ത്രീകളും ഇല്ലാതില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ അത്ര വലിയ, അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് അവർക്ക് ലൈംഗികമായിട്ട് പുരുഷനെ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഭയപ്പെടുത്താനൊന്നും കഴിയില്ല. മറ്റ് പുരുഷൻ എങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് സ്ത്രീകൾ ഭയപ്പെടും. ആ ഭയപ്പെടുത്തുന്നതിൽ ഇവർക്കൊരു സന്തോഷം ലഭിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതായത് ലൈംഗിക ബന്ധത്തിലേക്കോ അവർ ഉപദ്രവിക്കാനോ എക്സിബിഷനിസ്റ്റുകൾ സാധാരണഗതിയിൽ പോയതായി കാണുന്നില്ല. ഇല്ല എന്നല്ല, സാധാരണഗതിയിൽ പോയതായി കാണുന്നില്ല. എക്സിബിഷനിസം ചെയ്യുന്നതിൽ നല്ലവണ്ണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരത്തിൽ പെട്ടെന്ന് ഇതിങ്ങനെ കാണിക്കുക, അതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം. ഇതിനും നമുക്ക് ചികിത്സ വഴിക്കേ മാറ്റാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് സ്വാഭാവികമായിട്ട് മാറാറില്ല. പിന്നെ അത്ര അവസരങ്ങളില്ലാത്ത സന്ദർഭങ്ങളിൽ അത് ഉണ്ടാകുകയില്ല. ഒരു ഷോക്ക്, അതായത് ഈ എതിർവശത്തുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഡോക്ടർ, ഈ ഓയറിസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓയറിസം മറ്റൊന്നുമല്ല, സാധാരണഗതിയിൽ എന്നാ വെച്ചിട്ട് ഒരു ഒളിഞ്ഞു നോട്ടം, അത്രേ ഉള്ളൂ. ഒളിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ അവിടെ നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, വെള്ളാനകളുടെ നാടാണെന്ന് തോന്നുന്നു. അതിൽ ജഗദീശ് എന്നിട്ട് ഒരു സ്ത്രീ ശോഭന എന്തോ കുളിക്കുമ്പോൾ ഒരു ഒളിഞ്ഞു നോട്ടം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞോണം ഏതെങ്കിലും ഒരു സ്ത്രീ വസ്ത്രം മാറുന്നതോ അല്ലെങ്കിൽ കുളിക്കുന്നതോ മറ്റോ ഒളിഞ്ഞു നോക്കുക, അതാണ് ഓയറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓയറിസം ഒരു അവസ്ഥ തന്നെയാണ്. അതും ഇതുപോലെ ചികിത്സിച്ച് മാറ്റേണ്ട ഒരു കാര്യമാണ്. ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ ആ വ്യക്തിക്ക്, കേരളത്തിൽ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഓയറിസ്റ്റിനെ ഈ ഒരു പെൺകുട്ടിയുടെ പിതാവ് തോക്കിൻ്റെ പാത്തി വെച്ചിട്ട്, അദ്ദേഹം മിലിറ്ററിക്കാരനായിരുന്നു, തോക്കിൻ്റെ പാത്തി വെച്ച് അടിച്ചു പോകുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ ക്ഷിപ്രകോപത്തിൽ അദ്ദേഹം അത് ചെയ്യുകയാണ്. ഇദ്ദേഹം കരുതുന്നത് ഇതിനെ എന്തെങ്കിലും പെൺകുട്ടിയെ പിടിക്കാമെന്നാണെന്ന് പറഞ്ഞ് ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കി നിൽക്കുന്നത്. കള്ളനാണോ എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. ഇത്തരം ഓയറിസം ലേഡീസ് ഹോസ്റ്റലിൻ്റെ മുന്നിലും അവിടെ ഇവിടെയൊക്കെ കണ്ടമാനം കാണാൻ പറ്റും. ഈ ലേഡീസ് ഹോസ്റ്റലിൻ്റെ മുമ്പിലൊക്കെ വന്ന് നിന്നിട്ട് ഇരുട്ടുള്ള പ്രദേശത്ത് നിന്നിട്ട് പെട്ടെന്ന് ടോർച്ചടിക്കുക, ടോർച്ചടിച്ചിട്ട് ഇവരുടെ ശരീരം അവരെ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഓയറിസ്റ്റുകൾ കണ്ടമാനം ഉണ്ട്. ഇവരൊന്നും മറ്റു രീതിയിലുള്ള ഉപദ്രവകാരികളായിരിക്കില്ല. അവരുടെ സ്പെഷ്യലൈസേഷൻ അതിലാണ്. അവരെ ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ അത് ഈ രീതിയിൽ സമയവും കളയും. അങ്ങനെ ലൈംഗികമായിട്ടുള്ള ഇത്തരം വൈകൃതങ്ങൾ അവരിൽ മാറാതെ കിടക്കുകയും ചെയ്യും. പക്ഷേ ഇത്തരം കണ്ടീഷൻസ് വേറൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ, അത് ബുദ്ധിമുട്ടല്ലേ? അല്ല, തിരിച്ചറിയാൻ കഴിയില്ല. ആ വ്യക്തിക്ക് മാത്രമാണ്. ഇത് മിക്കപ്പോഴും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇതിന് ചികിത്സയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പ് ചികിത്സയ്ക്ക് വരികയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഡോക്ടർ, എന്താണ് ഈ മാസോക്കിസം? ഈ മാസോക്കിസം എന്ന് പറയുന്നത്, അത് ആ പേര് വന്ന് തന്നെ ആ വ്യക്തിയുടെ ഒരു ഇതിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഇത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. ലൈംഗികമായിട്ട് അനുഭൂതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വേദന അനുഭവപ്പെടണം. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി 10-14 വയസ്സായ ഒരു കുട്ടി സ്വയംഭോഗം ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടിയുടെ അമ്മ കാണുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ല, കുട്ടിയുടെ അമ്മ കാണുന്നു. അമ്മ ഒരു നല്ല വടിയെടുത്തിട്ട് അവന് എൻ്റെ പുറത്തിനൊരു നല്ല അടിയും കൊടുക്കുന്നു.
ഇത് ഈ മഹാ തെറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെ മഹാ തെറ്റ് ചെയ്തുകൊണ്ട് അമ്മയെ സംബന്ധിച്ചോളം ഒരു വലിയ തെറ്റാണ്. അപ്പോൾ കുട്ടി 14 വയസ്സായ ഒരുത്തം സ്വയംഭോഗം ചെയ്യാന്നുള്ളത്. അതിന് അടി കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ രതിമൂർച്ച നടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ശുക്ലവിസർജനവും ഓർഗാസവും ഉണ്ടാകുകയായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് ഈ അടി കിട്ടാതെ എന്ത് നടക്കില്ല, ഓർഗാസം ഉണ്ടാവില്ല, ശുക്ലം പോവും, ഓർഗാസം ഉണ്ടാവില്ല. അപ്പം അത്തരം ചില വ്യക്തികളുണ്ട്. അവർക്ക് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യയോട് പറയും എന്നെ തല്ല്, എന്നെ പിച്ച് എന്നുള്ള അങ്ങനെയൊക്കെയുള്ള അവർക്ക് ആദ്യം ലൈംഗികമായിട്ട് അനുഭൂതി ലഭിക്കുന്ന അത്തരം എന്തെങ്കിലും കാര്യത്തിൽ കൂടി ആയിരിക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം വേദന ഇണ തന്നെ വേദനിപ്പിക്കുകയും കൂടി ചെയ്യണമെന്നുള്ള ഒരവസ്ഥ വരുന്നതാണ് മാസോക്കിസം. ഇത് അപൂർവമാണ്. എന്നിരുന്നാലും ഇതുവരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കേസ് ചികിത്സയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. ഡോക്ടർ, ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളൊരു സാഡിസ്റ്റാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഈ സാഡിസം എന്ന് വെച്ചാൽ എന്താണ്? സാഡിസം ലൈംഗികമായിട്ടുള്ള സാഡിസവും മറ്റു രീതിയിലുള്ള സാഡിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തായാലും സാഡിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേദന അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകുക, അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇദ്ദേഹത്തിന് ആനന്ദം ഉണ്ടാകുക. അദ്ദേഹത്തിന് വേറെ മെറ്റീരിയൽ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവണ്ട. എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെയധികം വേദനിപ്പിക്കുക, ബ്രസ്റ്റിലൊക്കെ വല്ലാണ്ട് ഒതുക്കി പിടിച്ച് ഈ സ്ത്രീ നൊലോളിക്കുക, കരയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ചില പുരുഷന്മാരുണ്ട്. അതുപോലെ ഒരു മയവും ഇല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ സാഡിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ സെക്ഷൽ സാഡിസത്തിൽ നിന്നാണോ മറ്റ് സാഡിസത്തിൻ്റെ ഇത് വന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും ചില ഓഫീസുകളിലൊക്കെ അതായത് ഒരു ലീവ് അപേക്ഷിക്കുകയാണെങ്കിൽ ലീവ് കൊടുക്കാതിരിക്കുക, അവിടെ ലീവ് കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടാവും, എന്നാലും കൊടുക്കാതിരിക്കുക. എന്നിട്ട് അവർ കിടന്ന് വിഷമിക്കുന്നതിന് ബുദ്ധിമുട്ടിക്കുക, അങ്ങനെയുള്ള അത്തരം പീഡനങ്ങളുമൊക്കെ സാഡിസമായിട്ട് പറയപ്പെടാറുണ്ട്. ചില വ്യക്തികൾ എല്ലാ രംഗത്തും സെക്ഷലി മാത്രമല്ല സാഡിസം അവരുടെ കൂടെ കൊണ്ടു കിടക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. അത് പല രൂപത്തിലും പല ഭാവത്തിലും അത് കാണപ്പെടുന്നുണ്ടെന്ന് മാത്രം. ഡോക്ടർ, കുറേ മുന്നേ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, മൃതദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു തരം സ്വഭാവവൈകൃതമല്ലേ? അത് തീർച്ചയായിട്ടും സ്വഭാവവൈകൃതമാണ്. അങ്ങനത്തെ ഒരു ചില വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് മോർച്ചറിയിലെ ചില അറ്റൻഡർമാർ ഇങ്ങനെയുള്ള പലരും ഈ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അത് അവർക്ക് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തതാണോ എന്നും പറയാൻ പറ്റില്ല. ചിലർ ശവക്കോട്ടകളിലും മറ്റും പോയിട്ട് അവിടുന്ന് അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അപ്പോൾ ലൈംഗികതയിലൊരു എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു വളരെ ദുഷ്കരമായ അല്ലെങ്കിൽ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഈ ശവങ്ങളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരവസ്ഥ. അതും അത്തരം വ്യക്തികളെയും ഞാൻ നേരത്തെ പറഞ്ഞോണം പോലീസ് വഴിക്കോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കേസിൽ പെട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ ചികിത്സ നടക്കുകയുള്ളൂ. ഏതായാലും അപൂർവമായി കാണപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണത്. ഡോക്ടർ, ചിലർ ഈ കുട്ടികളെയൊക്കെ വല്ലാതെ പീഡിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതൊരു ലൈംഗികമായിട്ട് അതെ. അപ്പോൾ അതൊരു സ്വഭാവ വൈകൃതമാണോ? തീർച്ചയായിട്ടും അതെ, അത് നാച്ചുറലുമാണ്. നാച്ചുറലായിട്ട് കുറേ വ്യക്തികളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അവർ പീഡോഫീലിക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അവർ കുട്ടികളെ പീഡിപ്പിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ ചെറിയ കുട്ടികളായിട്ട് അതായത് 2-3 വയസ്സുള്ള കുട്ടികളെ വരെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. അത് മുൻകൂട്ടി അറിയാൻ നമുക്കൊട്ട് കഴിയുമല്ലോ ഈ വ്യക്തിക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. കാരണം എനിക്ക് പീഡോഫീലി ഉണ്ട്, എന്നെ ചികിത്സിക്കണമെന്നും പറഞ്ഞാൽ ആരും വരില്ല. ഈ നാച്ചുറലായിട്ടുള്ള ഈ സംഗതി വളരെ അപകടം പിടിച്ച ഒന്നാണ്. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത്ര ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഉണ്ടാകുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള വ്യക്തിയോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഡോക്ടറെ അടുക്ക് വരണം. അത് കഴിഞ്ഞിട്ട് ഇന്ന സൈക്കാട്രിസ്റ്റിനെ ചികിത്സിക്കാൻ കഴിയും, ആ കേസ് സെക്സോളജിസ്റ്റിനെ ചികിത്സിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ വസ്തുത, നിങ്ങളുടെ പ്രയാസം എന്നതാണ്, നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഡോക്ടറോട് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബുദ്ധിമുട്ടുണ്ടാവും. ഭാവിയിൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അത് പോവുകയാണെങ്കിൽ അത്ര നിങ്ങൾ ജയിലിനുള്ളിലാവും. അത് ഇത്രയും ജയിലിൽ പോകുന്ന വ്യക്തികളെ പോലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ എല്ലാവരും കൂടെ ക്രൂശിക്കുക. അവൻ്റെ അവസ്ഥ എങ്ങനെ അങ്ങനെ വന്നെന്നോ ഇതിന് ചികിത്സ എന്തുണ്ടെന്നോ ഇനി അത്ര അവസരം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ളതല്ല നോക്കുന്നത്.
കാരണം അവൻ്റെ ശിക്ഷാകാലാവധി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴോ പരോളിൽ ഇറങ്ങുമ്പോഴോ ഇതേ സംഭവം തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടാം. അതുകൊണ്ട് പീഡോഫീലിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏത് വ്യക്തിയായാലും ശരി അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകേണ്ടത് ആവശ്യമാണ്. ശിക്ഷ മറ്റൊരു കാര്യം, ശിക്ഷയൊന്നും ഇല്ലാണ്ടിരുന്നാൽ നടക്കില്ല. ശിക്ഷ വേണം, അത് ശരി തന്നെ. എന്നിരുന്നാലും ശിക്ഷ മാത്രം പോരാ. അത് ശിക്ഷ കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? മറ്റു വ്യക്തികൾ അത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കാനല്ലേ. പക്ഷെ മറ്റു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുള്ളവന് ഈ തെറ്റ് ചെയ്യുക തന്നെ ചെയ്യും, അവൻ ഏതെങ്കിലും രൂപത്തിൽ അത് ചെയ്യും. പിന്നെ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിച്ച് കൊല്ലുന്നവർ വരെ ഉണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സമൂഹത്തിൽ എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഒരു പ്രായപൂർത്തിയായ ഒരാളായാലും ശരി കുട്ടികളുമായിട്ട് അതിയായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ലൈംഗികപരമായിട്ട് മാത്രമാണോ അതോ ഒരു കുട്ടീൻ്റെ വേദന കണ്ടിട്ട് സന്തോഷിക്കുക എന്നുള്ളൊരു? അതൊന്നുമില്ല. അതായത് ലൈംഗികമായിട്ട് മാത്രം അനുഭവപ്പെടുന്ന കുട്ടിയുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ഈ കൂട്ടരിലില്ല. അത് സാഡിസം പോലുള്ള ഒരു അവസ്ഥയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. ശരിക്കും ഉള്ളത് ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള കുട്ടികളോട് ഒരു ഇത് വരിക. അതേപോലെ തന്നെ ഒന്നാണ് ഈ വയസ്സായവരോട് ഇത് വരുന്നത്. അതായത് 10-20 വയസ്സായ ചില ആൺകുട്ടികൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50-60 വയസ്സായ സ്ത്രീകളെ ഇത് അത്രയ്ക്ക് പ്രായപൂർത്തിയായ അല്ലെങ്കിൽ എട്ടി നടക്കാൻ പറ്റാത്ത അമ്മാമ്മമാരെ വരെ പീഡിപ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. അതിൽ പിന്നെ എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതായത് ആ രീതിയൊക്കെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് ചികിത്സിക്കാവുന്ന കാര്യമാണ്. കുട്ടികളുടേത് അതല്ലല്ലോ, മറ്റത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ്. ഡോക്ടർ, സ്ഥിരമായിട്ട് സെക്സ് ടോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതൊരു വൈകൃതമാണോ? അയ്യോ, അതിനൊക്കെ വൈകൃതം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അതിപ്പോൾ ഒരുത്തൻ സ്വയംഭോഗം ചെയ്യുന്നത് വൈകൃതമാണോ? അതുപോലെ സെക്സ് ടോയ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? തനിക്ക് ഇണയെ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇണ വേർപിരിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇത്തരം അവസ്ഥയിലൊക്കെ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നത് വൈകൃതമായിട്ട് സ്വാഭാവികമായിട്ട് എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ ഇന്ത്യയിൽ സെക്സ് ടോയ്സിൻ്റെ പ്രദർശനം നിരോധിച്ചിട്ടുണ്ട്, വിൽപ്പന നിരോധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ പ്രദർശനം നിരോധിച്ചാൽ പിന്നെ വിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പഴയ 800കളിലുള്ള ഒരു നിയമമാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള നിയമമാണ്. സെക്സ് ടോയ്സൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പണായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി വിൽക്കേണ്ട ഒരു ഉപകരണമാണ്. കാരണം അങ്ങനെയെങ്കിലും ലൈംഗികമായിട്ടുള്ള സംതൃപ്തി ലഭിക്കുകയാണെങ്കിൽ സെക്ഷൽ ക്രൈം കുറേയൊക്കെ കുറയും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ഡോക്ടർ, ഈ സെക്ഷൽ അഡിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ എങ്ങനെയാണ് ഈ അഡിക്ഷനിലേക്ക് എത്തിപ്പെടുന്നത്? അങ്ങനെ ഒരു അഡിക്ഷൻ എന്നൊന്നും പറയാൻ ഇപ്പോൾ നമ്മൾ എന്തിനാ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്? ഇപ്പം ഒരു ദിവസം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നു, അത് കഴിഞ്ഞിട്ട് നേരം വെളുക്കുന്നവരെ തൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും വൈകൃതമാണ്. ഒരു അഡിക്ഷൻ എന്നൊന്നും അതിനെ ആ പേര്, അത് സത്യം പറഞ്ഞ ഒരു അസുഖമാണെന്ന് പറയാം. അതിനെ നമുക്ക് അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നീലച്ചിത്രങ്ങൾ കാണുക, അതിങ്ങനെ നിരന്തരമായി കാണുകയാണെങ്കിൽ നമുക്ക് അഡിക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും വ്യക്തിക്ക് ദോഷം ചെയ്യുന്നു എന്നാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഏത് വിഷയം എടുത്താലും സെക്സിലേക്ക് പോവുക, അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ ചിലർക്ക് ഒരു ഭാര്യയെ കൊണ്ട് തൃപ്തി വരാത്ത ചില വ്യക്തികൾ പല സ്ത്രീകളുടെയും പുറകെ പോകുന്നു വേണം. ഇതിനൊന്നും അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു നിയന്ത്രിക്കപ്പെടേണ്ട കാര്യമാണ്, പക്ഷേ സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഈ സെക്ഷൽ അഡിക്ഷൻ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, അത് നമ്മുടെ കമ്പൾസീവ് സെക്ഷൽ ഡിസോർഡർ അങ്ങനെയൊക്കെ ഒരു വാക്കുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ അതിനകത്ത് അത്ര വലിയൊരു ഇഷ്യൂ ഉണ്ട്, സമൂഹത്തിന് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. പക്ഷേ ഉപദ്രവം, ഈ ലൈംഗിക വൈകൃതങ്ങൾ സമൂഹത്തിന് ഉപദ്രവമുള്ളതാണെങ്കിൽ കഴിയുന്നു അതിനുള്ള ചികിത്സ തേടണം. ചികിത്സ തേടുന്നില്ലെങ്കിൽ അവിടെ പറ്റുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇവർ നേരെ പോലീസിൻ്റെ പിടിയിലാകും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വൈകൃതമാണോ ഇതിൻ്റെ അസുഖമാണോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർ നല്ലവണ്ണം അതിനകത്ത് പെരുമാറും. ആ പെരുമാറ്റം കഴിഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അതേ രീതിയിൽ തന്നെ ഇതിലേക്ക് വരും. അതുകൊണ്ട് വൈകൃതങ്ങൾ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. അത് ചികിത്സിച്ച് മാറ്റാതിരുന്നാൽ ഒരു കുടുംബജീവിതം തകരാറിലായി മാറും. അത്രേ ഉള്ളൂ. ഡോക്ടർ, ഈ പങ്കാളികളുടെ പരസ്പരമായിട്ടുള്ള പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവും ലൈംഗിക ബന്ധത്തിലൊക്കെ, അതെങ്ങനെയാണ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുക? അതിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഒരു പങ്കാളിക്കുള്ള അത് വൈകൃതമായിട്ട് കുറച്ചൊക്കെ ബന്ധപ്പെട്ടതാണ്.
അതായത് പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെടണം, ഈ രീതിയിൽ ബന്ധപ്പെടണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഓറൽ സെക്സ് ലൈംഗിക വൈകൃതമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും വൈകൃതക്കാരാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പൊസിഷൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കാര്യത്തിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടം പോലെ, അതായത് ഒരു ലൈംഗിക ബന്ധം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ആകാമായിരുന്നു അങ്ങനെ ആകാമായിരുന്നു എന്നുള്ള ഒരു ചർച്ച നടത്തുന്നത് പിറ്റേ ദിവസമെങ്കിലും നല്ലതാണ്. ആ രീതിയിൽ അവരുടെ ആനന്ദം ഉന്നതിയിലേക്ക് എത്തിക്കാനും കഴിയും. അതല്ലാതെ ഒന്നും മിണ്ടാതെ എനിക്ക് ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ നടക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്ന ആ പണ്ട് എന്നാ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന കാലമൊക്കെ മാറി. അവർ സെക്സിനെ കുറിച്ച് കാര്യമായി സംസാരിക്കുന്നുണ്ട്, അത് എങ്ങനെ വേണം എന്നുള്ളത് സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു വലിയ വാതിൽ അവിടെ തുറന്നു കിടപ്പുണ്ട്, ഇൻ്റർനെറ്റ് എന്നുള്ളത്. അതിൽ വെച്ചിട്ട് ഓരോന്ന് നോക്കി അവർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ സർ. ഈ അടുത്തൊരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ലൈംഗിക ഉത്തേജക മരുന്ന് അമിതമായി കഴിച്ചിട്ടൊരു യുവാവ് മരണപ്പെട്ടു എന്നുള്ളത്. അതിനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ലൈംഗിക ഉത്തേജനത്തിലുള്ള മരുന്ന് അദ്ദേഹം കഴിച്ചു, അമിതമായിട്ട് കഴിച്ചു. ഇപ്പോൾ വയാഗ്രയോ അങ്ങനെ എന്തെങ്കിലും ഗുളികകളോ ഏതെങ്കിലും അമിതമായിട്ട് കഴിച്ചാലൊന്നും ആൾ മരിക്കുകയില്ല. അതേസമയത്ത് വളരെ കുറച്ച് കഴിച്ചാലും മരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിവാഹം കഴിക്കാത്ത ചില ചെറുപ്പക്കാർക്ക്, അതായത് തൻ്റെ കാമുകിയുടെ മുമ്പിൽ താൻ വളരെ ശക്തിമാനാണെന്നും ലൈംഗിക ശക്തിമാനാണെന്നും തൻ്റെ കപ്പാസിറ്റി തെളിയിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഈ കപ്പാക്കുറ്റിയാണ് ഇതിനകത്തെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ട്. അതൊരു ഈ ഇന്നത്തെ തലമുറയിലെ എന്നാണ് എൻ്റെ യങ്ങർ ജനറേഷനിൽ അങ്ങനെ എന്തോ ഒരു ധാരണയുണ്ട്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് തൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്തും. അതിന് വേണ്ടിയിട്ട് ചുമ്മാ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വയാഗ്ര വാങ്ങി കഴിക്കും. അത് ഇങ്ങനെ പോകുന്ന വ്യക്തികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വയാഗ്ര കഴിച്ചുകൊണ്ടല്ല ഈ വ്യക്തികൾ മരിക്കുന്നത്. ഇവന് അല്പം ഡ്രഗ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ MDMAയോ അതുപോലെയുള്ള എന്തെങ്കിലും മരുന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോകും. അപ്പോൾ അത് അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ടല്ല, അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ചില റീക്രിയേറ്റീവ് ഡ്രഗ്സ്, അതായത് ഉപയോഗിക്കുക, അത് ഏതാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അങ്ങനെ മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കാണിത് മരണം സംഭവിക്കുന്നത്. പിന്നെ വല്ല ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള വ്യക്തിയായിരിക്കാം, അയാൾ സോർബിറ്റേറ്റ് പോലുള്ള ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഈ കപ്പാക്കുറ്റി തെളിയിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവനവന് ശാരീരികമായിട്ട് സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധം വെച്ചിട്ട് അങ്ങോട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ആദ്യ രാത്രിയിൽ ഈ വയാഗ്ര കഴിച്ചിട്ടൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ചില വിട്ടി കൂഷ്മാണ്ഡങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയില്ല. അവൻ്റെ പെർഫോമൻസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഞാൻ വലിയൊരു പവർമാനാണെന്ന് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനാണ് ഈ കഷ്ടപ്പാട്. അതിന് അപ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവും. അവർ കുറച്ച് മറ്റു രീതിയിലുള്ള ഡ്രഗും കൂടെ എടുക്കുക. അത്തരം വ്യക്തികൾക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ പത്രത്തിലും മറ്റിതിലുമൊക്കെ എങ്ങനെയാണ് വരിക, അവൻ ലൈംഗികത്തിലൂടെ കാമുകിയെ വിളിച്ചു വരുത്തി. ഇത് ഹരിയാനയിലും കണ്ടുണ്ടായതാ. കാമുകിയെ വിളിച്ചു വരുത്തി, അവൾ വരുന്നതിന് മുമ്പ് ഇവൻ റെഡിയായി നിന്നതാണ്. ആ റെഡിയായില്ലായിരുന്നെങ്കിൽ അവൻ മരിച്ചു പോകില്ലായിരുന്നു. നമ്മൾ പ്രധാനപ്പെട്ട ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇതിൽ ഏതാണ് വൈകൃതം, ഏതാണ് വൈകൃതം അല്ലാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ലൈംഗിക വൈകൃതം ഉണ്ടാവും. അതിനെ വൈകൃതം എന്ന് ആര് വിളിക്കണം എന്നുള്ളതിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരുത്തൻ എന്നാണെന്ന് വെച്ചാൽ അവൻ്റെ ഭാര്യ ഗൾഫിലാണ്, ഭാര്യ അയച്ചെന്ന കത്ത് വായിച്ചിട്ട് അവന് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു. പോട്ടെ, കാമുകിയുടെ ഉണ്ടാകും. ഇതൊന്നും വൈകൃതമല്ലല്ലോ. പക്ഷേ അവരുടെ അടിവസ്ത്രം ഉപയോഗിച്ചിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ വൈകൃതം എന്ന് വിളിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം വൈകൃതമല്ല, സ്വാഭാവികമാണ്. പക്ഷേ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പീഡോഫീലിയ, അതുപോലെ തന്നെ ഈ എക്സിബിഷനിസം, വോയറിസം ആ വ്യക്തിക്ക് അപകടം ഉണ്ടാക്കുന്നുള്ളൂ. മറ്റവർ കണ്ടുപിടിച്ചാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്ക് ലൈംഗിക വൈകൃതം എന്ന് വിളിച്ച് നമ്മളതിനെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. അവർക്ക് ചികിത്സ ചെയ്ത് അവരുടെ ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവിക ഇതിലേക്ക് വരാൻ കഴിയും. ഞങ്ങളിവിടെ
ഒട്ടനവധി അത്തരം കേസുകൾ ചികിത്സിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ രോഗികൾ സ്വയം ചികിത്സിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം ചികിത്സ മടിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ചികിത്സിച്ച് കിട്ടുള്ളൂ. ഇതാണ് കാണുന്നത്. നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ചിന്തിച്ചിട്ടോ പോലും ഇല്ലാത്ത പലതരം വൈകൃതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്